ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് തന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വ്ളോഗിങ് ആണിത്. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു. അത് ഇത്ര വളർച്ച ഉണ്ടായില്ല. പിന്നെ ഞാൻ ബോംബെയിൽ നിന്നാണ്. ഞാൻ വെക്കേഷൻ ടൈമിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് വരും. എൻ്റെ ഇവിടെ നിൽക്കുന്നയാളെന്ന് വെച്ചാൽ എൻ്റെ മാമൻ, മാമീൻ്റെ രണ്ട് മക്കൾ, പിന്നെ അമ്മ. ഇത്ര ആൾ നിൽക്കുന്നു. പിന്നെ ഇപ്പം നമ്മളായതുകൊണ്ട് കുറച്ചും കൂടിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയത് ഒന്നും കൂടി വീടുണ്ട്. ഒരു ചെറിയ വീടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടാടെ നിൽക്കുക. നമ്മൾ പുതിയ വീടാണ്. ഇപ്പം നമ്മൾ കുടിയെ കഴിക്കുകയുള്ളൂ. ഒക്ടോബർ നവംബർ 2025. അപ്പം എനിക്ക് എങ്ങനെ സ്റ്റാർട്ടാക്കേണ്ട ഒന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. പിന്നെ എൻ്റെ പഞ്ച്വേക്ഷൻ ഇത്ര നല്ലതല്ല ഇൻ മലയാളം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മൊത്തം മലയാളത്തിൽ തന്നെ പറയാമായിരുന്നു. പിന്നെ എന്താ പറയുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എല്ലാവരും വീഡിയോസ് കണ്ടാണിത് എല്ലാം ആക്കുന്നത്. 3 months ആകും ഞാനൊരു ടെക്സ്റ്റ് അയച്ചിരുന്നു യൂട്യൂബിൽ. അത് ആരും കണ്ടില്ല. എൻ്റെ അമ്മേൻ്റെ പേര് രചന എന്നാണ്. അപ്പം ഇതിലാരും എന്നെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയും പണ്ടേ പറയും, നിനക്ക് ആക്കണം എന്താ ആക്ക്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇത് ആലോചിച്ചിന്. ഞാൻ വിചാരിച്ച് ആക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് കൂടില്ല. പിന്നെ ഞാൻ കുറേ പണ്ടത്തെ ആളെ വീഡിയോ കണ്ടു. അവരെത്ര ഇപ്പോൾ ടിയൊക്കെ എത്ര കുറവ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇപ്പോൾ. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് തന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് ആണിത്. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു. അത് ഇത്ര വളർച്ച ഉണ്ടായില്ല. പിന്നെ ഞാൻ ബോംബെയിൽ നിന്നാണ്. ഞാൻ വെക്കേഷൻ ടൈമിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് വരും. ഇവിടെ നിൽക്കുന്നയാളെന്ന് വെച്ചാൽ എൻ്റെ മാമൻ, മാമീൻ്റെ രണ്ട് മക്കൾ, പിന്നെ അമ്മമ്മ. ഇത്ര ആൾ നിൽക്കുള്ളൂ. പിന്നെ ഇപ്പം നമ്മളായതുകൊണ്ട് കുറച്ചും കൂടിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയത് ഒന്നും കൂടി വീടുണ്ട്. ഒരു ചെറിയ വീടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടാടെ നിൽക്കുക. നമ്മൾ പുതിയ വീടാണ്. ഇപ്പം നമ്മൾ കുടിയെ കഴിക്കുകയുള്ളൂ. ഒക്ടോബർ നവംബർ 2025. അപ്പം എനിക്ക് എങ്ങനെ സ്റ്റാർട്ടാക്കേണ്ട ഒന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. പിന്നെ എൻ്റെ പഞ്ച്വേക്ഷൻ ഇത്ര നല്ലതല്ല ഇൻ മലയാളം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മൊത്തം മലയാളത്തിൽ തന്നെ പറയാമായിരുന്നു. പിന്നെ എന്താ പറയുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എല്ലാവരും വീഡിയോസ് കണ്ടാണിത് എല്ലാം ആക്കുന്നത്. 3 months ആകും ഞാനൊരു ടെക്സ്റ്റ് അയച്ചിരുന്നു യൂട്യൂബിൽ. അത് ആരും കണ്ടില്ല. എൻ്റെ അമ്മേൻ്റെ പേര് രചന എന്നാണ്. അപ്പം ഇതിലാരും എന്നെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയും പണ്ടേ പറയും, നിനക്ക് ആക്കണം എന്താ ആക്ക്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇത് ആലോചിച്ചിന്. ഞാൻ വിചാരിച്ച് ആക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് കൂടില്ല. പിന്നെ ഞാൻ കുറേ പണ്ടത്തെ ആളെ വീഡിയോ കണ്ടു. അവരെത്ര ഇപ്പോൾ ടിയൊക്കെ എത്ര കുറവ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഒക്കെ കാണാം, ബിഗ് യൂട്യൂബറായി. പിന്നെ എന്താ പറയുന്നത്, താങ്ക് യു. പണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്ര സപ്പോർട്ട് കൊടുക്കണം പിന്നെ ഞാൻ അപ്പം എന്താ യൂട്യൂബ് ചാനൽ വിട്ടതെന്ന് വെച്ചാൽ, അപ്പം എനിക്ക് കുറച്ച് പഠിപ്പ് ഇഷ്യൂസ് വന്നിരുന്നു. പിന്നെ അപ്പം സ്കൂളിൻ്റെ അഡ്മിഷൻ എടുക്കാൻ കുറച്ച് ഇതായിരുന്നു. അപ്പം സിമ്മെല്ലാം മാറിയിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വെക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വെക്കായിരുന്നു. പിന്നെ ഞാൻ ഓരോ ദിവസം ഓരോരോ വ്ളോഗ് ഇടും, അത് കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.